ആയപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് LCM ആണ് കേട്ടോ. LCMന്റെ പാർട്ട് 1 ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, പാർട്ട് 2 ഒക്കെ അടുത്ത ദിവസം പഠിക്കും. ഇന്നിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് പാർട്ട് 1 ആണ്. ഇതില് ഓക്കെ, നമ്മുടെ എക്സാമുകൾക്കൊക്കെ മെയിനായിട്ട് ചോദിക്കുന്ന PSCക്കൊക്കെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് LCM HCF എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ നേരെ LCM കണ്ടുപിടിക്കുക HCF കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കാറില്ല. അതിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പം നമുക്ക് LCMന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? LCM എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയാൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ എന്താണ്? ലസാഗു. ഓക്കെ, അപ്പൊ നമുക്കിത് ലസാഗു എന്ന് പറഞ്ഞാൽ അതാണ്. ലസാഗു എന്ന് നിങ്ങൾ കണ്ടല്ലോ, അതെന്താണ്? LCM ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പൊ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ലസാഗു. ഓക്കെ, ലഘുതമ സാധാരണ ഗുണിതം എന്നൊക്കെയാണ് അതിന്റെ മലയാളം ഫുൾ ഫോം. ഓക്കെ, നമ്മൾ നിങ്ങൾ ലസാഗു എന്ന് കണ്ടാൽ അതെന്താന്ന് വിചാരിച്ചേക്കുക? LCM ആണെന്ന് വിചാരിച്ചേക്കുക. LCM എന്നായിരിക്കും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത്, കോമൺ ആയിട്ട് പഠിച്ചിരിക്കുന്നത് LCM എന്നായിരിക്കും. അപ്പൊ LCM കണ്ടുപിടിക്കാനായിട്ട്, അപ്പൊ LCM എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു 3ഉം ഒരു 6, 3ന്റെ 6ന്റെ 4ന്റെ 3ന്റെ 6ന്റെ 4ന്റെയും LCM കണ്ടുപിടിക്കാൻ നിങ്ങളോട് ചോദിച്ചെന്നിരിക്കട്ടെ പരീക്ഷയ്ക്ക്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ 3ന്റെ 6ന്റെയും 4ന്റെ LCM കണ്ടുപിടിക്കാൻ ചോദിച്ചാല് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ ശരിക്കും LCM എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3ന്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾ എഴുതാം. 3, 6, പിന്നെ ഏതാണ് 9, 12, 15 ഇങ്ങനെ അങ്ങ് പോകും. ഇനി അടുത്ത് നിങ്ങൾ 6ന്റെ മൾട്ടിപ്പിൾസ് ചെയ്താൽ 6, 12, 18, 24 ഇങ്ങനെ അങ്ങ് പോകും അല്ലെ. 30 ഇങ്ങനെ അങ്ങ് പോകും. അതാണ് 6ന്റെ മൾട്ടിപ്പിൾസ്. പിന്നെ 4ന്റെ എഴുതാം. 4, 8, 12, 16, 20 ഇങ്ങനെ അങ്ങ് പോകും. ഇതാണ് 4ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ നിങ്ങൾ LCM കണ്ടുപിടിക്കാനായിട്ട്, അപ്പൊ നിങ്ങളോട് LCM കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇതിന്റെ മൾട്ടിപ്പിൾസ് എല്ലാം കൂടി എഴുതി വെച്ചു. എന്നിട്ട് നിങ്ങൾ നോക്കുക കോമൺ ആയിട്ട് ഏതാണ് ലീസ്റ്റ് അല്ലെ. ലീസ്റ്റ് എന്താ പറയുന്നത്? ലീസ്റ്റ് അല്ലെ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് അല്ലെ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അതാണ് LCM. അപ്പൊ ലീസ്റ്റ്, ഇതിൽ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാണ്? ഈ 3 നമ്പറുകളുടെയും ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാണ്? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ നമ്പറുകളുടെ മൾട്ടിപ്പിൾസ് എഴുതി നോക്കി. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3ഉം 6ഉം 9 ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും എങ്ങനെയാണ്? 3, 6, 9ന്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാന്ന് കിട്ടി? കണ്ട 12. 12നെ 3 വെച്ച് ശേഷം ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ 6നെയും 12 വെച്ച് ഡിവൈഡ് ചെയ്യാം. 12നെയും 12 വെച്ചിട്ട് 12നെ 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 12നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എന്ത് കിട്ടി? 12 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടി. ഓക്കെ, ആ 12 എന്ന് പറയുന്ന നമ്പർ കിട്ടി. അപ്പൊ നമ്മുടെ LCM അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 12 ആണ്. ഓക്കെ, അപ്പൊ 3ന്റെ 6ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ 12 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു മെത്തേഡ്. പക്ഷെ ഈ ഒരു മെത്തേഡ് നമുക്ക് പരീക്ഷയ്ക്ക് ചെയ്ത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് അല്ലെ. കുറെ സമയം നിങ്ങളുടെ വേസ്റ്റ് ആവും. ഇതുപോലെ മൾട്ടിപ്പിൾസ് ഒക്കെ എഴുതി വലിയ നമ്പറുകളൊക്കെ ആയിരിക്കും തരുന്നത്. മൾട്ടിപ്പിളൊക്കെ എഴുതി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിക്കണം. അപ്പൊ LCM കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അത് ഇപ്പൊ നിങ്ങളുടെ കയ്യില് 3, 12 12 അല്ലല്ലോ, ഏതൊക്കെയാണ് നമ്മൾ തന്ന നമ്പർ? 3, 4, 6 അല്ലേ. ഓക്കെ, 3, 4, 6 ആണ് നമ്മുടെ നമ്പറുകൾ. അപ്പൊ ഞാനത് എഴുതുവാണേ. 3, 4, 6 ഇത് 3 നമ്പറുകളാണല്ലേ നമുക്ക് തന്നെ. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്പറുകളെ ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ 3, 4, 6 നിങ്ങൾ ഇങ്ങനെ ബോക്സ് ഇട്ടിട്ട് എഴുതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്പറുകളെ ഡിവൈഡ് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ നമ്പർ എഴുതുക. ഈ 3നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകൾ ഉണ്ടോ എന്ന് നോക്കുക ആദ്യം തന്നെ. അങ്ങനെ നമ്പറുകളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എത്ര വെച്ചിട്ട് അടുത്ത ഇപ്പൊ 3 നമ്പറിനെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അതില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ നോക്കുക. ഉണ്ട്, നമ്മുടെ കയ്യിൽ 3 ഉണ്ട്. അപ്പൊ 3 വെച്ചിട്ട് 3നെ ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 4 താഴത്തേക്ക് എടുത്ത് എഴുതി. 6നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആ നമ്പറുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്ന നമ്പറെ നമ്മൾ എഴുതി 3, 4, 6 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ 3 നമ്പറിനെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കി. നമ്മുടെ കയ്യിൽ ഇല്ല, നമ്മുടെ കഷ്ടകാലത്തിന് ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ എഴുതുക. അപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ല. ഇല്ലാത്ത കാരണം നമ്മൾ
ഒരു നമ്പർ അങ്ങ് എഴുതി. ഏതാണ് ഒരു നമ്പർ എഴുതല്ല, നമ്മൾ അടുത്ത, അതായത് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്യാവുന്നുണ്ടോ എന്ന്. ഇത് ഞാൻ 3 എഴുതിയെന്നേ ഉള്ളൂ. 4 5 നിങ്ങൾക്ക് ചോദിക്കും. നമ്മൾ LCM കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കില്ല കേട്ടോ, ഡയറക്റ്റ് അങ്ങനെ ചോദിക്കാറില്ല. നമ്മൾ അതിന്റെ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും. ഇന്ന് 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ അതുപോലത്തെ നോക്കും. പിന്നെ ബാക്കിയെല്ലാം അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത്രയും നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ 3 ഡിവൈഡ്, ഇപ്പൊ 3 എഴുതിയിരിക്കുന്നതുകൊണ്ട് 3 ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 2 ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. നോക്കി, നമ്മുടെ കയ്യിലുണ്ട്. ഏതാണ്? 3 വെച്ചിട്ട് ഈ 3 6 ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഞാൻ 3 ഇവിടെ എഴുതി. 3 3 വെച്ച് കട്ട് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 1 കിട്ടി. 4 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ 4 താഴത്തേക്ക് എടുത്ത് എഴുതി. 6 3 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 2 കിട്ടി. ഇനി നെക്സ്റ്റ് വീണ്ടും ചെയ്യാം. ഇനി 3 ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഉണ്ടോ? ഉണ്ട്, 1 ഉണ്ട്. 1 നോക്കണ്ട നിങ്ങൾ, ബാക്കി ഇല്ല. അപ്പൊ നമ്മൾ ഈ 2 വെച്ചിട്ട് ഇത് 2 ഡിവൈഡ് ചെയ്യാം അല്ലെ. 4 2 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ 2 എന്ന് എഴുതി, 1 അതുപോലെ തന്നെ എഴുതി. 4 പിന്നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 2 ആണ്. 2 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 1 വരും. ഓക്കെ, ഇപ്പൊ ഇത്ര ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കുക, ഡിവൈഡ് ചെയ്യാനില്ല അല്ലേ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് എഴുതുക, ഈ കിട്ടിയ ആൻസറിനെ ഇങ്ങ് പറക്കി എഴുതിയാൽ മതി. ഏതൊക്കെ ആൻസർ? ഇതാ ഈ കിട്ടിയ ആൻസർ, ഇതല്ലേ നമ്മുടെ ആൻസറുകൾ. ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തതാ. 3 × 2 × 1 × 2 × 1. 1 നിങ്ങൾ നോക്കണ്ട. നമുക്ക് എന്ത് കിട്ടി? 3 × 2 6, 6 × 2 12. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആൻസർ എത്ര തന്നെയായിരുന്നു? 12 തന്നെയായിരുന്നു അല്ലേ? നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് 12 തന്നെ അല്ലായിരുന്നോ? അപ്പൊ നമുക്ക് ഈസി ആയിട്ട് LCM കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ LCM കണ്ടുപിടിക്കുന്നത് എളുപ്പത്തിൽ കേട്ടോ. നേരെ LCM കണ്ടുപിടിക്കാനൊന്നും നിങ്ങളോട് ചോദിക്കില്ലായിരിക്കാം. എന്തേ ചോദിക്കൂ? ഇതിന്റെ വേറെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിയേ, 5, 15, 30 എന്നീ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കുക. ലസാഗു എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ LCM തന്നെയാണ് ലസാഗു. നമ്മൾ LDC ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് മലയാളത്തിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുറച്ച് ഇപ്പോൾ ഒരു ആവറേജ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാം. നമ്മൾ LDC എക്സാമിന് അനുസരിച്ചുള്ള ആ ഒരു, അതായത് 10th ലെവൽ അല്ലെങ്കിൽ 12th വരെയുള്ള ലെവൽ എക്സാമുകൾക്ക് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് മലയാളത്തിൽ വന്നേക്കുന്നത്. ഇനി ഇതിനേക്കാളും ഇപ്പോൾ ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത് മൊത്തം. കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ പിന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 5, 15, 30 LCM കണ്ടുപിടിക്കാം. അപ്പൊ 5, 15, 30 ഞാനിങ്ങനെ എഴുതി. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്തത് ഈ 5-നെ 15-നെ 30-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ, 5 ഉണ്ടല്ലോ. അപ്പൊ 5 വെച്ച് 5-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 15/5 3, 30/5 ഏതാണ്? 6 അല്ലേ? 6 5 30. ഇനി അടുത്ത എന്ത് ചെയ്യുക? ഇനി ഇത് 2-നെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ഏതാണ്? 3 അല്ലേ? 3, 1 1. അതുപോലെ തന്നെ 3-ൽ 1 ടൈം, 6-ൽ 2 ടൈംസ് കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ നോക്കാം. നമുക്ക് 5 × 3 × 2 എത്രയാ? 15 2 30. ഉണ്ടാ 30. ആൻസർ ഏതാണ്? ആൻസർ C ആണ്. അപ്പൊ 30 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ 30 എന്ന് കിട്ടി. മനസ്സിലായോ ചെയ്തത്? അപ്പൊ 5, 15, 30 നമ്മൾ എഴുതി. എന്നിട്ട് അത് 3-നെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. 5 ഉണ്ട്. അപ്പൊ 5 വെച്ചിട്ട് 3-നെ ഡിവൈഡ് ചെയ്യുക അല്ലേ? 5/5 1, 15/5 3, 30/5 6. അല്ലെ നിങ്ങളൊരു കാര്യം നോക്കാം, നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ 5, 15, 30 നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നോക്കിയിട്ട് ഇതിലെ ഏറ്റവും വലിയ സംഖ്യ നിങ്ങൾ ഇവിടെ എടുക്കുക. തന്നിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വലിയ സംഖ്യനെ 2 ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? വലിയ സംഖ്യനെ എടുത്താൽ മതിയെ. വലിയ സംഖ്യനെ നിങ്ങൾ എടുത്തിട്ട് ആ വലിയ സംഖ്യനെ ചെറിയ 2 സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ശരി, പറ്റിയാൽ, അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും അതിന്റെ LCM. കേട്ടോ, 30-നെ 5ഉം 15 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പാടില്ലേ? അപ്പൊ നമ്മുടെ LCM ഏതാണ്? 30 കിട്ടി. നമ്മുടെ മെത്തേഡ് വെച്ചിട്ട് ചെയ്തപ്പോഴും 30 തന്നെ ആൻസർ കിട്ടിയത്. അതൊരു ഷോർട്ട് കട്ടാണ്. നിങ്ങൾക്ക് 3 നമ്പറാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 5 10 നമ്പർ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ സംഖ്യനെ നിങ്ങൾ ഇങ്ങോട്ട് എടുക്കുക. ഏറ്റവും വലിയ സംഖ്യനെ എടുത്തു കഴിയുമ്പോൾ ആ സംഖ്യനെ ബാക്കിയുള്ള നമ്പറുകൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ആ വലിയ സംഖ്യ ആയിരിക്കും നമ്മുടെ LCM. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ക്വസ്റ്റ്യൻ 20, 40,
20, 40 അല്ല 5, 20, 40 അല്ല 5, 20, 40 സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ നോക്കുക. 5ഉം 20ഉം 40 വലിയ സംഖ്യ ഏതാണ്? വലിയ സംഖ്യ 40 അല്ലേ? 40നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലോ. 40നെ നമുക്ക് ഈ 5ഉം 20ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 40 ആയിരിക്കും അല്ലേ? അതായത് 40നെ 5ഉം 20ഉം നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ വലിയ സംഖ്യ നിങ്ങൾ എടുക്കുക. വലിയ സംഖ്യനെ ചെറിയ സംഖ്യകൾ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ അതാണ് നമ്മുടെ ആ വലിയ സംഖ്യയാണ് നമ്മുടെ ആൻസർ. ഇപ്പൊ ഇവിടെ 5, 20, 40 ആണ്. അപ്പൊ നമുക്കറിയാം 5, 20, 40നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 40നെ 5ഉം 20ഉം വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് 40ആണ് നമ്മുടെ LCM. ഇനി ഇതൊന്നും വേണ്ട, നമ്മുടെ മെത്തേഡ് നമുക്ക് ചെയ്തു നോക്കാം. 5, 20, 40. 5 വെച്ച് കട്ട് ചെയ്യാലോ ഇതിനെ എല്ലാത്തിനെ. 5 വെച്ച് അതിനെ കട്ട് ചെയ്യാം. 5/5 1, 20/5 4, 40/5 8 അല്ലേ? 8 5 40. ഇനി നമുക്ക് എത്ര വെച്ച് കട്ട് ചെയ്യാം? 2 വെച്ച് കട്ട് ചെയ്യാം അല്ലെ? 1, 2, 2 4, 4 2 8 അല്ലേ? 4. ഇനി 2 വെച്ച് കട്ട് ചെയ്യാലോ? 2 1 2. ഇനി നമ്മൾ ബാക്കി ആൻസർ ഇപ്പൊ കഴിഞ്ഞു. 5 × 2 × 2 × 2 അല്ലേ? എത്രയാ? 5 2 10, 10 2 20, 22 40. കണ്ടോ? ആൻസർ 40 കിട്ടി. കണ്ടോ? നമുക്ക് ഷോർട്ട് കട്ടിലും കിട്ടി, നമ്മളല്ലാതെ നമ്മുടെ മെത്തേഡ് വെച്ച് ചെയ്തപ്പോഴും എന്ത് തന്നെ ആൻസർ കിട്ടി? 40 കിട്ടി. മനസ്സിലായല്ലോ? 5, 20, 40. അതായത് നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ വലിയ നമ്പറിനെ പറക്കി എടുക്കുക. വലിയ നമ്പറിനെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റേ കുഞ്ഞു 2 നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ആ വലിയ നമ്പറാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, പണി കഴിഞ്ഞു. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5, 15, 22. 5, 15, 22 അല്ല, 5, 15, 25. 5, 15, 25 ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നോക്കുക, 3 നമ്പർ ആണുള്ളത്. ഈ നമ്പറിലെ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 25 ആണ്. 5ഉം 15 വെച്ച് 25നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. 5ഉം 15 വെച്ച് 25നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 5ഉം 15ഉം 30 ആയിരുന്നെങ്കിൽ നമുക്ക് 30 എഴുതായിരുന്നു. 5ഉം 15, 25. 15 വെച്ച് 25നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. 5 വെച്ച് പറ്റും, പക്ഷേ 15 വെച്ച് പറ്റില്ല. അപ്പൊ നമ്മള് സാധാരണ രീതിയിൽ തന്നെ ചെയ്തോണം. 5, 15, 25 എന്ന് എഴുതി. 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഏതാന്ന് നോക്കാം. 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 5, 5/5 1, 15/5 3, 25/5 5 അല്ലേ? 5 5 25. അപ്പൊ നമ്മൾ LCM എന്ത് കിട്ടി? 5 × 3 × 5. ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ 3 15 5 എത്രയാ? 75 അല്ലേ? 75. അപ്പൊ ആൻസർ എത്രയാണ്? 75 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 75 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 75. മനസ്സിലായോ? 5ഉം 15 25 എടുത്തു. ഇപ്പൊ 25 എന്ന് പറഞ്ഞ വലിയ നമ്പർ ആണ്. ആ വലിയ നമ്പർ നിങ്ങൾ എടുത്തു നോക്കി. വലിയ നമ്പറിനെ ചെറിയ നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 5 വെച്ച് പറ്റും, 15 വെച്ച് പക്ഷെ ചെയ്യാൻ പറ്റാത്തത് കാരണം നമ്മൾ 75നെ എന്താക്കി? സോറി, 25നെ നമുക്ക് LCM ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഇപ്പൊ അടുത്തതിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോട്ടെ. ഓക്കെ, അടുത്തത് അതിന് നിങ്ങൾക്ക് പോയിന്റ് ഇട്ട് ഇത് വേണേ ചോദിക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ചോദിക്കാം. പോയിന്റ് ഇട്ട് വന്നിരിക്കാം. പോയിന്റ് ഇട്ട് അയച്ചു കണ്ടാ. 1.5, 2.5, 4.5. നമ്മൾ വിട്ടു. നമുക്ക് നമ്പർ അല്ലാതെ നമ്പർ ചെയ്യാൻ അറിയാം. നമ്മൾ പോയിന്റ് ഇട്ടിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടില്ല. 1.5, 2.5, 4.5. നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട. ഇത് എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കാം. അപ്പൊ 1.5 ഒരു പോയിന്റ് അല്ലേ ഉള്ളൂ. അപ്പൊ ഒരു 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അപ്പൊ അത് 15 ആയി. ഈ 2.5ന്റെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയായി? 25 ആയി. 4.5ന്റെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45 ആവില്ലേ? 10 വെച്ച് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മാറ്റി ഇപ്പുറത്തേക്ക് ഇടുന്നതാണ്. അപ്പൊ നമുക്ക് പോയിന്റ് ഇല്ലായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ അറിയായിരുന്നു. പോയിന്റ് വെച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ പോയിന്റിനെ കളയാൻ വേണ്ടിയിട്ട് 10 വെച്ച് മൾട്ടിപ്ലൈ. അപ്പൊ 1.5നെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 15 ആയി. 2.5നെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 25 ആയി. 4.5ന്റെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 45 ആയി. ഇനി നിങ്ങൾ LCM കണ്ടുപിടിച്ചേക്കാം. ഇനി നമുക്ക് ഭയങ്കര എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ. 15, 25, 45 അറിയാം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ കിട്ടും. 15 3 അല്ലേ? 15 3 3 15 അല്ലേ? 5 × 3 15 ആണ്. 25 വരുമ്പോൾ 5 × 5 25. 45 എന്ന് പറയുമ്പോൾ 9 × 5 അല്ലേ? 9. 9 × 5 ആണ് 45. 9 × 5 45. ഇനി നിങ്ങൾ നോക്കുക, 3ഉം 5ഉം 9ഉം വന്നു. 3ഉം 5ഉം 9ഉം വന്നാൽ 3നെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ നമ്മുടെ കയ്യിൽ ഇല്ല. നമുക്ക് പക്ഷേ 2 എണ്ണത്തിന് ഡിവൈഡ് ചെയ്യാനുള്ള നമ്പർ ഉണ്ട് അല്ലേ? 3 ഉണ്ട്. അപ്പൊ 3 1 × 3 3. 5നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെ 5നെ നേരെ താഴത്തേക്ക് ഇട്ടു. 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അല്ലേ? നമ്മുടെ ആൻസർ നോക്കാം. നമുക്ക് 5 × 3 × 5 × 3 അല്ലേ? എത്ര വരും?
5 into 3 15 അല്ലേ? 15 into 3 45 അല്ലേ? അപ്പൊ എത്ര വരും ആൻസർ? 5 into 3 into 5 into 3. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 225 എന്ന് കിട്ടും. 225. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 into 3 15. 15 into 5 എത്ര വരും? 45 അല്ലേ? 45 into 3 എത്ര വരും? 5 3 15 ശിഷ്ടം 1 4 3 12 1 135 ആണ്. ഇത് 75 അല്ലേ? 75. 15 into 5 75. ഓക്കെ, 15 into 5 45 അല്ല, 15 into 5 75. അപ്പോൾ എത്ര വരും? ഇനി 75 into 3. 75 into 3 എന്ന് പറയുമ്പോൾ 15 1 22 അല്ലേ? 225 കണ്ട, 225 കിട്ടും നമുക്ക്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തേ? ഇപ്പൊ നമുക്ക് പോയിന്റ് ഇട്ട് വന്നു. പോയിന്റ് ഇട്ട് വന്നാൽ നമ്മൾ അപ്പൊ തന്നെ അതിന് എന്നാ ചെയ്യുക? ഇൻറ്റു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? ഇൻറ്റു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ പോയിന്റ് കളഞ്ഞു. അപ്പൊ 15 25 45 ആയി. എന്നിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു? ആ നമ്പറുകളുടെ എൽസിയം കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം ചെയ്തപ്പോൾ എന്താ ചെയ്തത്? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ശരിക്കും ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ ഒരു 10 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് 225നെ by 10 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 22.5 എന്ന് കിട്ടി. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ 22.5 കണ്ടോ? ആൻസർ കിടക്കുന്നുണ്ടോ? 22.5. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പൊ 1.5 2.5 4.5 ആണ്. അപ്പൊ നമ്മൾ 0.5 ആയതുകൊണ്ട് അതിന് എന്നാ ചെയ്തു? സോറി, 0.5 അല്ല, പോയിന്റ് ഇട്ടത് ആയതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്തു? ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് പോയിന്റ് ഇല്ലാത്ത നമ്പർ കിട്ടി. ഇനി അതിന്റെ എൽസിയം കണ്ടുപിടിച്ചേച്ചും ആൻസറിനെ നമ്മൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത കാരണം ഒരു 10 വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ മെത്തേഡ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതുപോലത്തെ ചെയ്യാം. ഇനി 4.5 ഏതാണ്? 4.5 4.5 0.9 1.8. ഓക്കെ, 4.5 0.9 1.8. ഇത് നമുക്ക് പോയിന്റ് ഇട്ടുള്ളതാണെന്ന് അറിയാം. പോയിന്റ് ഇട്ടത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? പോയിന്റ് ഇട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു 10 കണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അപ്പൊ നമുക്ക് 45 9 18 കിട്ടും. 45 9 18 കിട്ടി. നമ്മൾ ഇതിന്റെ എൽസിയം കണ്ടുപിടിക്കുക. 45 9 18 ഏത് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം? നമുക്ക് നേരെ നമ്മൾ നോക്കിയേ, ഒരു 45 9 ഇത് നമുക്കൊരു 9 വെച്ചിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം നേരെ തന്നെ. ഓക്കെ, 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 9 into 5 45, 9 into 1 9, 9 into 2 18. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 9 into 5 into 2 അല്ലേ? എത്ര കിട്ടും? 90 കിട്ടും അല്ലേ? 90 കിട്ടി. മനസ്സിലായോ ചെയ്തത്? നമുക്ക് പോയിന്റ് ഇട്ടുള്ള വന്ന് ചെയ്യാനായിട്ട്. പോയിന്റ് ഇട്ട് നമുക്ക് നേരെ എൽസി കണ്ടുപിടിക്കാൻ അറിയില്ല. അപ്പൊ പോയിന്റ് ഇട്ട് വന്നാൽ നമ്മൾ അതിനെ നേരെ എന്താക്കുക? ഇൻറ്റു 10 ചെയ്യുക. അപ്പൊ 4.5 എന്നുള്ളത് 45 ആവും. 0.9 എന്നുള്ളത് 9 ആവും. 1.8 എന്നുള്ളത് 18 ആവും. എന്നിട്ട് നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. 9 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അല്ല സോറി, അത് എന്ത് ചെയ്യാം? 4.5 into 10 45 ആയി. 0.9 into 10 9 ആയി. 1.8 into 10 1.18 ആയി. എന്നിട്ട് നമ്മൾ എൽസിയം കണ്ടുപിടിക്കാം. ഓക്കെ, എൽസിയം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 19 കിട്ടിയ ആൻസർ നമ്മൾ 10 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അത് കാരണം 10 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 9 കിട്ടി. ഓപ്ഷൻ 9 കണ്ടോ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് ഈ പോയിന്റ് ഇട്ട് വരുന്നതിന്റെ അത് ചോദിക്കാം കേട്ടോ പരീക്ഷയ്ക്ക്. പോയിന്റ് ഇട്ട് വരുന്നതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ വരും. ഇതുപോലെ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ അതിന്റെ പ്രത്യേകത? നമ്മുടെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്തുവാണ്? ഇത് കണ്ട 2 സ്ക്വയർ 3 സ്ക്വയർ 5⁴, 2 ക്യൂബ് 3⁴ 5 സ്ക്വയർ, 2⁴ 3 സ്ക്വയർ 5 ക്യൂബ്. അപ്പൊ നമ്മൾ ഇതിന്റെ പവറുകളായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ എൽസിയം കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. നിങ്ങൾ ഏതൊക്കെ നമ്പറുകളാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് അല്ലെ? എല്ലാം സെയിം തന്നെയാണ്. 2 3 5 എല്ലാത്തിന്റെ ബേസ് സെയിം ആണ്. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പവറായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ നമ്പറുകൾ നോക്കുക 2 3 5. എന്നിട്ട് നിങ്ങൾ ആ 2വിന്റെ ഏറ്റവും കൂടിയ പവർ ഏതാന്ന് നോക്കിയതിൽ ഏറ്റവും കൂടിയ പവർ ഏതാ? ഇതിൽ 2 സ്ക്വയർ ഉണ്ട്, രണ്ടാമതിൽ 2 ക്യൂബ് ഉണ്ട്, മൂന്നാമത്തെ 2⁴ ഉണ്ട്. ഏറ്റവും കൂടിയത് എത്രയാ? 2⁴ അല്ലേ? ഇനി 3ന്റെ ഏറ്റവും കൂടിയത് എത്രയാ? 3 സ്ക്വയർ ഉണ്ട്, 3⁴ ഉണ്ട്, 3 സ്ക്വയർ ഉണ്ട്. 3⁴ അല്ലേ ഏറ്റവും കൂടുതൽ? അപ്പൊ 3⁴ എന്ന് എഴുതി. ഇനി 5ന്റെ 5⁴ ഉണ്ട്, 5 സ്ക്വയർ ഉണ്ട്, 5 ക്യൂബ് ഉണ്ട്. ഏറ്റവും കൂടിയത് എത്രയാ? 5⁴.
മനസ്സിലായി എഴുതിയത്? നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറുകളെ സൂക്ഷിച്ച് നോക്കുക. സൂക്ഷിച്ച് നോക്കി കഴിയുമ്പോൾ ഓരോരോ നമ്പറുകൾ നിങ്ങൾക്ക് കിട്ടും അല്ലേ? 2ഉം 3ഉം 5ഉം ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതിനെ നിങ്ങൾ ഇങ്ങനെ 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് എഴുതി. ഓക്കെ, പകുതി കഴിഞ്ഞു. എല്ലാ ആൻസറും കണ്ട 2 ഇൻറ്റു 3 ഇൻറ്റു 5 ആണ് എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കട്ടെ ഏതാണ് ഇതിലെ വലുത് ഏതാണ്, വലുത് ഏതാണെന്ന് നോക്കുക. അതായത് 2ന്റെ പവർ ഏറ്റവും വലുത് ഇതിൽ ഏതാ കിടക്കുന്നത്? 2⁴ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതുക അവിടെ? റേസ് ടു ദ പവർ 4 എന്ന് എഴുതാം. ഇനി 3ന്റെ ഏറ്റവും വലുത് ഏതാ അവിടെ കിടക്കുന്നത്? 3⁴ കിടക്കുന്നത്. അപ്പൊ 3 ടു ദ പവർ 4 എന്ന് എഴുതി. ഇനി 5ന്റെ വലുത് ഏതാണ്? 5⁴ ആണ്. 5⁴ എഴുതി. ഇതാണ് നമ്മുടെ ആൻസർ. 2⁴ 5 ഇൻറ്റു 3⁴ ഇൻറ്റു 5⁴. നമ്മുടെ ഓപ്ഷൻ ഏതാ നോക്കിയേ? ഓപ്ഷൻ ഡി അല്ലേ? 2⁴, 3⁴, 5⁴. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, വലുതിനെ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് പറക്കി എഴുതിയാൽ മതി. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതൊന്നും പരീക്ഷിക്കാണ്ട് നിങ്ങൾ പേടിക്കരുത്, അത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നിങ്ങൾ തന്നെ നോക്കും. 3² 2² 5³ 3⁴ 2³ 5², 3⁴ 2⁵ 5⁴. ഇതിൽ നിങ്ങൾ നോക്കുക, നമ്മുടെ നമ്പറുകൾ ഏതൊക്കെയാ? 3 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? 3 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. 3ന്റെ പവർ ഏറ്റവും കൂടുതൽ എത്ര ഇതിൽ കിടക്കുന്നത്? 3⁴ അല്ലേ? അപ്പൊ 3⁴ എഴുതി. 2ന്റെ പവർ ഏറ്റവും കൂടുതൽ എത്ര കിടക്കുന്നത്? 2⁵ ആണ്. അപ്പൊ 2⁵ എഴുതി. 5ന്റെ ഏറ്റവും കൂടുതൽ എത്ര കിടക്കുന്നത്? 5⁴ ആണ്. 5⁴ എഴുതി. ഇതാണ് നമ്മുടെ ആൻസർ. നോക്കിയേ, 3⁴, 2⁵, 5⁴. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. കറക്റ്റ് നോക്കാം കേട്ടോ. 2⁴, 3⁴, 2⁵, 5⁴. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന നമ്പർ, ആ ബേസ് നമ്പറുകൾ ആദ്യം പറക്കി എഴുതുക. അതിൽ ഏറ്റവും വലിയ പവർ ഏതാണുള്ളത് അതങ്ങ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കിയേ, നമുക്ക് ഏതൊക്കെയാ ഉള്ളത്? 2 ഉണ്ട് അല്ലെ? 2³ 3² 5⁴, 2⁵ 3⁵3 5⁵3, 2³ 3⁴ 5², 7⁵3. ഇതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിലെ നമ്പറുകൾ ഏതൊക്കെയുണ്ട്? നമ്മുടെ നമ്പറുകൾ ഏതൊക്കെയാ? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട് അല്ലെ? 2 ഇൻറ്റു 3 2 ഉണ്ട്, 3 ഇൻറ്റു 3 ഉണ്ട്, 5 ഉണ്ട് അല്ലെ? ഇതിൽ 2 3 5 ഉണ്ട്, ഇതിൽ 2 3 5 ഉണ്ട്, ഇതിൽ 2 3 5 7 ഉണ്ട്. അപ്പൊ 2 3 5 7 ആണ് നമുക്ക് ഈ നമ്പറുകളിൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറുകളിൽ വന്നിരിക്കുന്ന ബേസ് ആയിട്ട് വന്നിരിക്കുന്ന നമ്പറുകൾ അല്ലെ? 2ഉം 3ഉം 5ഉം 7ഉം. അല്ലെ? 2ന്റെ ഏറ്റവും കൂടിയ പവർ എത്രയത്തില്ലേ? 2⁵ അല്ലേ? 2⁵. 3ന്റെ ഏറ്റവും കൂടിയ പവർ എത്ര എഴുതി തന്നിരിക്കുന്നത്? 3⁴. 5ന്റെ ഏറ്റവും കൂടിയ പവർ എത്ര തന്നിരിക്കുന്നത്? 5⁴. 7ന്റെ ഏറ്റവും കൂടി എത്ര തന്നിരിക്കുന്നത്? 7�3. ആൻസർ ആയി നമുക്ക് 2⁵2, 2⁵5, 3⁴, 5⁴, 7�3. 2⁵5, 3⁴, 5⁴, 7�3. അത് കണ്ടോ, നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ പോലത്തെ ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് തന്നിരിക്കുന്ന 15, 30, 45. 15, 30, 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 15, 30, 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇങ്ങനെ നിങ്ങൾ കണ്ടാൽ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ഈ തന്നിരിക്കുന്ന നമ്പറുകളുടെ LCM കണ്ടുപിടിച്ചാൽ മതി അല്ലേ? 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം, 30 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം, 45 കൊണ്ട് നിശേഷം ഡിവൈഡ് ചെയ്യാന്ന് കേട്ടോ, ഹരിക്കാന്ന് പറഞ്ഞാൽ. 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം, 30 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം, 45 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം എന്ന് പറഞ്ഞാല് ഈ നമ്പറുകളുടെ മൾട്ടിപ്ലൈ ആയിരിക്കേ, ഈ നമ്പറുകളുടെ ഏറ്റവും ചെറിയ സംഖ്യയാണ്. അപ്പൊ ഈ നമ്പറുകളുടെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ആയിരിക്കണം നമ്മുടെ ആൻസർ. ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ LCM ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിച്ചേക്കാം. 15, 30, 45 എത്രയാണ് LCM വരുന്നത്? ഇതിനെ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 5 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തോ, ചെറിയ നമ്പർ വെച്ചിട്ട്. 3 എത്ര വരും? 6, 45 എന്ന് പറയുമ്പോൾ 9 അല്ലേ? ഇനി നിങ്ങൾ 3 വെച്ച് ചെയ്തോ, 1, 2, 3. നമുക്ക് ആൻസർ ആയില്ലേ? 5 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3 എത്ര വരും? 60. 15, 5 ഇൻറ്റു 3 15, 2 60, 63, 90. അപ്പൊ 90 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 90. അപ്പൊ 15, 30, 45 എന്നീ നമ്പറുകളെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 90 ആണ്. ഓക്കെ, അപ്പൊ അത് LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. LCM ആണ് കണ്ടോ, ഇതുപോലെയാ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പക്ഷെ ഡയറക്റ്റ് നിങ്ങളുടെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്ന അവർക്ക് അറിയാം. അപ്പൊ അത് കാരണമാണ് അങ്ങനെ ചോദിക്കാതെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതുപോലത്തെ. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സെയിം ക്വസ്റ്റ്യൻ ആണ്.
5, 15, 25 അല്ലെ? നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ 5, 15, 25. അപ്പൊ നിശേഷം ഹരിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്തേക്കാം? LCM കണ്ടുപിടിച്ചേക്കാം. എത്രയാണ്? 5, 15, 25 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കാം. 5, 5 ഒരഞ്ച് 5 അല്ലെ? 15-ന് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 25-ന് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 അല്ലെ? അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 5 × 5 × 3 എത്ര? 25 × 3 75 അല്ലെ? ഓപ്ഷൻ 75 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്തത് 8, 24, 48 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ചെറിയ സംഖ്യ. ഓക്കെ, ഇനി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിന് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്തായിരിക്കണം? LCM ആയിരിക്കണം അല്ലെ? LCM ആയിരിക്കണം. നമുക്ക് നോക്കാം. 8, 24, 48 നോക്കട്ടെ. 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 4 അല്ലെ? 24 എന്ന് പറഞ്ഞാൽ 12, 2, 24 ആണ്. 48 എന്ന് പറഞ്ഞാൽ 24, 2, 48 ആണ്. വീണ്ടും 2 വെച്ച് 2 എത്രയാ? 6, 2, 12, 12, 2, 24. വീണ്ടും 2 വെച്ച് ചെയ്താൽ 1, 3, 4 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 × 2 × 2 × 3 × 4 ഇതാണ് നമ്മുടെ ആൻസർ അല്ലെ? 2, 2, 4, 4, 2, 8, 8, 3, 24, 24 × 4, 24 × 4 എത്ര വരും ആൻസർ? എത്രയാണ്? ഇവിടെ തെറ്റിയുണ്ടല്ലോ. അല്ല, ഇവിടെ എത്ര വരും? തെറ്റിപ്പോയില്ലേ? അയ്യോ, ഇതില് ഇവിടെ 6 തന്നെ അല്ലേ? 6 വീണ്ടും ചെയ്യാം അല്ലെ? 3 വെച്ചിട്ട് 1, 2 ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഡിവൈഡ് ചെയ്തപ്പോ. ഓക്കെ, നോക്കിയേ. ഇവിടെ എത്ര വന്നു? 2 × 2 × 2 പിന്നെ 3 × 3 × 2 അല്ലേ? എത്ര വരും? 2, 4, 8, 24, 2, 48 അല്ലേ? തന്നെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാം. അത് പറഞ്ഞില്ലെന്നുള്ള ആദ്യം നിങ്ങൾ നോക്കിയേ. 8 × 24, 8, 24, 48. ഈ 48-ന് 24 വെച്ചും 8 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ അങ്ങനെ നോക്കിക്കോണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. 48-നെ 8 വെച്ചിട്ട് 24 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ സംഖ്യ നിങ്ങൾ എടുത്തു. വലിയ സംഖ്യേനെ മറ്റേ 2 സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ അപ്പൊ നമുക്ക് എന്നാ പറയാൻ പറ്റും? ഈ സംഖ്യ 48 വലിയ സംഖ്യയാണ് നമ്മുടെ LCM. ഓക്കെ, കണ്ടോ? 48. ഇത് ഞാൻ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിയതാണ്. അത് ശ്രദ്ധിച്ചോണേ, കറക്റ്റ് ചെയ്തോണേ. ഓക്കെ, അപ്പൊ 48 നമ്മുടെ ആൻസർ. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് ചെയ്തൊന്നും പോകണ്ട. നേരെ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് 3 സംഖ്യ തന്നിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ 4, 5 സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ വലിയ സംഖ്യേനെ ചെറിയ സംഖ്യകൾ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കട്ടെ. ഓക്കെ, അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് വേറൊരു പാറ്റേൺ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേറൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ. 8, 12, 24 ഓക്കെ എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ 3 ശിഷ്ടമാണ്. ശിഷ്ടം എന്ന് വെച്ചാൽ റിമൈൻഡർ. അപ്പൊ 8, 12, 24 ആണ് നിങ്ങളുടെ കയ്യിലുള്ള നമ്പറുകൾ. ആ നമ്പറുകളെ ഏതോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ, അങ്ങനെയല്ല, ഈ 8, 12, 24 ഉണ്ട്. ഇത് വെച്ചിട്ട് ഏതോ ഒരു നമ്പറിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം എത്ര കിട്ടി? 3 കിട്ടി. മനസ്സിലായോ? 8, 12, 24 എന്ന് പറഞ്ഞ നമ്പറുകൾ വെച്ചിട്ട് ഏതോ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ശിഷ്ടം എത്ര കിട്ടി? 3 കിട്ടി. അങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചാൽ ഇതാണ്ടോ ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ ഇതിന്റെ മൾട്ടിപ്പിൾ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിച്ചേക്കാം. ഒന്നും നോക്കട്ടെ, LCMന്റെ ക്വസ്റ്റ്യൻ ആണ്. 8, 12, 24ന്റെ LCM കണ്ടുപിടിക്കുക. 8, 12, 24ന്റെ LCM എത്രയാ? നമ്മൾ നോക്കിക്കേ. 24നെ ഈ 8ഉം 12ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലോ. 8ഉം 12ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കാരണം ഇതിന്റെ LCM എത്രയാണ്? 24 ആണല്ലേ? 24 വലിയ സംഖ്യ നിങ്ങൾ എടുത്തു. 24 നിങ്ങൾ എടുത്തിട്ട് മറ്റേ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 24 ആണ് നിങ്ങളുടെ LCM. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ LCM പ്ലസ് ശിഷ്ടം ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ശിഷ്ടം എത്രയോ തന്നിട്ടുണ്ടാവും. ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ. ശിഷ്ടം എത്രയാണ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ തന്നിരിക്കുന്നത്, ആ ശിഷ്ടം എന്ത് ചെയ്യുക? നിങ്ങൾ LCM കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് കൂട്ടുക. അപ്പൊ നിങ്ങളുടെ ആൻസർ ആയി. അപ്പൊ 24 + 3 27. അപ്പൊ നിങ്ങളുടെ ആൻസർ എത്രയാണ്? 27 ആണ്. മനസ്സിലായോ? അപ്പൊ 8, 12, 24 എന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? LCM കണ്ടുപിടിക്കുക. എന്ത് സാധനമാണെങ്കിലും LCM കണ്ടുപിടിക്കുക. ആ കിട്ടിയിരിക്കുന്ന ശിഷ്ടം ആ LCM കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ നിങ്ങൾക്ക്
കിട്ടും. ഓക്കെ, അതാണ് നിങ്ങളുടെ ആൻസർ. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ശ്രദ്ധിച്ച് പഠിച്ചോണം. ഇനി ഇത് ചെയ്തു നോക്കാം നമുക്ക് അടുത്തത്. ഇനി 5, 10, 15 അല്ലേ? 5, 10, 15. 5, 10, 15 ഇതിന്റെ LCM കണ്ടുപിടിക്കാം അല്ലേ? LCM കണ്ടുപിടിക്കാം അല്ലെ? ശിഷ്ടം എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 2ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? LCM പ്ലസ് 2 എന്ന് എഴുതിയാൽ മതി. LCM പ്ലസ് 2. 5ഉം 10ഉം 15ഉം അതിലെ വലിയ സംഖ്യ ഏതാ? 15. 15നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് കാരണം നമ്മൾ എന്ത് ചെയ്തോണം? ചാടി LCM കണ്ടുപിടിച്ചേക്കാം. നോക്കാം, LCM നോക്കാം നമുക്ക്. 5, 10, 15നെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 5 ആണ്. 1 5. ഇനി 10നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 15നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ LCM എന്താ കിട്ടിക്കഴിഞ്ഞു. 5 ഇൻറ്റു 2 ഇൻറ്റു 3, 5 2 10, 3, 30 ആണ് നമ്മുടെ LCM. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 30 പ്ലസ് 2, 32 ആണ് നമ്മുടെ ആൻസർ. ഇതാ ഓപ്ഷൻ കണ്ടോ? 32. നിങ്ങൾ അല്ലാതെ ഈ 32നെ എടുത്ത് ഓരോ നമ്പറിനെ എടുത്തിട്ട് 5 വെച്ചും 10 വെച്ചും 15 വെച്ച് ഡിവൈഡ് ചെയ്തൊന്നും നോക്കണ്ട. എന്ത് ചെയ്താൽ മതി? LCM കണ്ടുപിടിക്കുക. ആ കിട്ടിയിരിക്കുന്ന ശിഷ്ടം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ശിഷ്ടം നിങ്ങളുടെ LCMലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, വീണ്ടും അതേ ക്വസ്റ്റ്യൻ. 40, 12, 20. 40, 12, 20 എന്ന സംഖ്യകളെ നമ്മൾ സംഖ്യ കൊണ്ട് ഏതോ ഒരു നമ്പറിനെ ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടും. ഇങ്ങനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വരണം LCM പ്ലസ് ശിഷ്ടം, LCM പ്ലസ് ശിഷ്ടം, LCM പ്ലസ് ശിഷ്ടം എന്ന് നിങ്ങൾക്ക് വരണം. അപ്പൊ 4, 12, 20. 4, 12, 20ന്റെ LCM കണ്ടുപിടിക്കുക. 2 വെച്ച് കട്ട് ചെയ്തു. 2, 2, 4. എത്രയാണ്? 6, 2, 12 അല്ലേ? 6, 2, 12. 20, 10 അല്ലേ? നേരെ പകുതി പകുതി എഴുതിയാൽ മതി. 2ന്റെ പകുതി 1, 6, 3, 5, 2, 10. ഇപ്പൊ നമുക്ക് LCM ആയി 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 അല്ലേ? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 5 20, 20 ഇൻറ്റു 3 60 അല്ലേ? 60. ഇപ്പൊ 60. ഇപ്പൊ 60 പ്ലസ് 1 അല്ലെ? 61. 61 അല്ലേ നമ്മുടെ ആൻസർ? കണ്ട, ആൻസർ ഉണ്ട് 61. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ശിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? LCM കണ്ടുപിടിക്കുക. എന്നിട്ട് ആ LCMനോട് കൂടെ നമ്മുടെ ശിഷ്ടത്തിനെ അങ്ങ് കൂട്ടിയാൽ മതി. LCMന്റെ കൂടെ ശിഷ്ടം കൂട്ടിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുറെ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇനി അപ്പൊ നമുക്ക് തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി ഇന്ന്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടി പഠിക്കാം. ഓക്കെ.